കഴിയാറായോ ചേട്ടാ? ആ കഴിഞ്ഞു മോളെ. എത്രയാ ചേട്ടാ? ഒരു 300 താ മോളെ. 300 രൂപയോ? 250 മതി. ഇത്രയും വണ്ടി ഓടിച്ചു വന്നല്ലേ മോളെ. 50 രൂപയുടെ പെട്രോൾ കാശിലേക്ക് തന്നൂടെ? 250. 300 രൂപ വെച്ചോ. അല്ല ചേട്ടാ, ഈ പഞ്ചറിന്റെ കാര്യം വിളിച്ചു പറഞ്ഞ ആരാ? അത് നമ്മുടെ ബാലമാഷിന്റെ ഇളയ മോൻ. ആര്? മറ്റേ ഗവൺമെന്റ് ഉദ്യോഗമുള്ള. ചേട്ടനോ? എന്നാ ശരി മോളെ. എന്നാലും അക്കുച്ചേട്ടനത് എങ്ങനെ അറിഞ്ഞു കാണും? ആകെ കൺഫ്യൂഷൻ ആവുന്നല്ലോ. ഹലോ, ഞാൻ ചേട്ടനോട് എന്താ പറഞ്ഞത്? ഒന്ന് അവിടെ വരെ ചെല്ലാനല്ലേ, എന്നിട്ട് ആളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേട്ടന് പറ്റിയില്ലെങ്കിൽ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ പോവായിരുന്നല്ലോ. എടാ, പഞ്ചറൊട്ടിക്കാനല്ലേ പോയത്, അതിന് സർജറി ഒന്നും വേണ്ടല്ലോ, അവരൊട്ടിച്ചു കൊടുത്തോളൂ. കഷ്ടം. ഇക്കണക്കിന് നീയൊക്കെ കല്യാണം കഴിച്ച ആ പെൺകൊച്ചിന്റെ ഗതി എന്തായിരിക്കും? കൊണ്ടവരോടങ്ങി പോത്തേ ഉള്ളൂ. എടാ, ഒരു പഞ്ചറൊട്ടിന്ന് കല്യാണം തമ്മിൽ എന്താ ബന്ധം? ഈ സ്വഭാവം വെച്ച് നീ കല്യാണം കഴിച്ചാലേ നിന്റെ ലൈഫ് തന്നെ പഞ്ചറായി പോകുന്നു പറഞ്ഞതാ. ശരി, വെച്ചേക്ക്. എന്നിട്ട് പൊരുന്ന കോഴി അടയിരിക്കുന്നത് പോലെ അവിടെ ചൂണ്ട ഇട്ടോണ്ടിരിക്കും. ഇവന് പ്രാന്തായ. കഷ്ടം. ഓഫീസിലും പോകാൻ പറ്റിയില്ല. എന്ത് പറയും? പ്ലാനൊക്കെ പൊളിഞ്ഞു മോളെ. എന്തു പറ്റിയടാ? ആ ചേട്ടച്ചാരി പറ്റിച്ച് പരമ ബോറൻ കാട്ടുപന്നി. നീ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞില്ലേ? എന്റെ ചേട്ടന് കെമിസ്ട്രി മാത്രമല്ല, ഫിസിക്സും ബയോളജിയും കണക്കും സോഷ്യൽ സ്റ്റഡീസും ഒന്നും മനസ്സിലാവില്ല. ഒരു മണ്ണാങ്കട്ടെ. എന്തിനാടാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നെ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണോ? നീ കാര്യം എന്താ വെച്ചാ പറയ്. അതെ, എനിക്കൊരു ഐഡിയ. എന്താ ഐഡിയ? പറയ്. ഇനി കെമിസ്ട്രി വിട്ട് ഫിസിക്സ് പഠിക്കാം. എല്ലാത്തിനും ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. അരവിന്ദന്റെ മൂരാച്ചി മനസ്സിലാക്കി ചാരുവിനെ എങ്ങനെയെങ്കിലും കടത്തിവിടണം. ഇപ്പം നടത്തിയ പ്ലാന് നേരെ തിരിച്ചിടാം. എങ്ങനെ? അരവിന്ദന്റെ ഒരു അത്യാവശ്യത്തിന് ചാരു രക്ഷകയായി എത്തുന്നു. ചേട്ടൻ സഹായം സ്വീകരിച്ചാലേ അത് പിന്നെ കടപ്പാടാവും. നിനക്ക് മനസ്സിലായോ? സോഫ്റ്റ് കോർണർ വഴി പ്രേമത്തിലേക്ക് എത്തിക്കാം. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ മൈ ബേബി. ആ, ഇത് കൊള്ളാം. ഈ ഐഡിയ വർക്കൗട്ട് ആവും. വെരി ഗുഡ്, വെരി നൈസ്. ഓക്കേടാ, ശരി, ഞാൻ വിളിക്കാം. ശരി, ബൈ. ഞാൻ വിളിക്കാം. ഇതേക്കും ചേട്ടാ, അവിടെ കാണേ. ഓ ശരി. 2 കടലയും ഞാൻ തരാം. കഴിക്കി. ചുമ്മാ വെള്ളം മേടിച്ചു തന്നില്ലെന്ന് വേണ്ട. എടാ, നീ അവനുടെ കീ ഒന്ന് തന്നെ കേട്ടാ. എനിക്ക് ആ റേഞ്ച് ബുക്ക് പോകാനുണ്ട്. വേണ്ട മോനെ, ഇതല്ലാതെ നീ വേറെ എന്ത് സഹായം വേണമെന്ന് ചോദിച്ചോ, ഞാൻ ചെയ്തു തരാം. നീ ഇനി വണ്ടി കൊണ്ടുപോയാ അതെവിടെയെങ്കിലും എടുത്തിടും. അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി മാലയും പൊട്ടിക്കും. പുറകെ പോലീസും വരും, എന്നെ പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. നിനക്ക് എവിടെ പോകണ്ടേ? ഞാൻ കൊണ്ടുവിട്ടോളാം. എടാ, ഒരു വണ്ടി ചോദിച്ചിട്ടാണ് ഇത്ര കഥ പറയുന്നേ. തരില്ലെന്ന് ഒറ്റവാക്കി പറഞ്ഞാ പോരെ, എനിക്ക് മനസ്സിലാവും. എടാ, നീ ദേഷ്യപ്പെടാതെ, ഞാൻ പറഞ്ഞ സത്യല്ലേ? അതേടാ, എനിക്ക് മനസ്സിലാവും. ഞാനേ നടന്ന് പോയിക്കോളാം. നീ വെള്ളം കുടിക്കും.
ഓ ഒരു വണ്ടിയുടെ എത്ര പേരെ കാല് പിടിക്കണം. ആ വല്യേട്ടാ, ഞാൻ ചാരുവാ. ആ മനസ്സിലായി, പറയ്. എനിക്ക് വല്യേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഒന്ന് വേഗം വരുമോ? എന്തിന്? ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനാ. അതൊന്നും വേണ്ട, നീ ഫോണിൽ കൂടെ പറഞ്ഞാ മതി. ഫോണിൽ പറയേണ്ട കാര്യമല്ല, നേരിട്ട് പറയേണ്ട കാര്യ. പ്ലീസ് ഒന്ന് ഇവിടെ വരെ വരുമോ? ആ ശരി ശരി. നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്? ഞാനേ ആ പുളിഞ്ചോട് ജംഗ്ഷനിലെ അവിടുത്തെ ആ അയ്യപ്പസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, ആ ജംഗ്ഷനിലാ ഉള്ളത്. ആ ഞാനിപ്പോ വരാം. എടാ ആ വണ്ടി ഒന്ന് വന്നേ, എനിക്ക് പുളിഞ്ചോടിരുന്ന് പോണം. നീ ഇല്ല ഇപ്പൊ നടന്നു നോക്കളാന്ന് വീമ്പ് പറഞ്ഞ് നടന്നങ്ങ് പോയാ മതി. ഓ എടാ വിനു, നിന്റെ വണ്ടി തന്നടാ. ഇല്ലടാ, എന്റെ വണ്ടി പെട്രോൾ ഇല്ല. ഓ നീ അവനോട് ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ കൊണ്ടുവിടാ. വാ കൊണ്ടാ കൊണ്ടു. ഇതിന്റെ കാശ് കൊടുത്തേക്ക്. ആ വാ വാടാ. പെട്രോളിലെന്ന് എടാ ഇവിടെ നിർത്തിയായി. എടാ നോക്കിട്ട് ഞാൻ വിളിക്കാം. ശരി ശരിടാ. എന്താടി, എന്താ കാരണം എന്ന് പറഞ്ഞേ? ആ അതൊക്കെ ഉണ്ട്. അതെന്താ ഫ്രണ്ടിന്റെ സ്കൂട്ടറിൽ വന്നേ? വണ്ടി എവിടെ പോയി? സർവീസിന് കൊടുത്തേക്കോ? ആണോ? സത്യാണോ? അപ്പോ നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണോ? കുത്തുമ്പോ ഒരു സുഖമുണ്ടല്ലേ. നിന്റെ മാമനൊന്ന് തുമ്മിയാ പോലും വിളിച്ച് പറയൂലോ. നമ്മൾ സംസാരിക്കുന്നതിനിടയിലേക്ക് മാമൻ എന്തിനാ വലിച്ചഴിക്കുന്നേ? വാ ഇങ്ങ് വന്നേ. എന്തിന്? ഒന്ന് വാമാഷേ. ഒന്നുമില്ലെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണിന്റെ കൂടെ അല്ലേ? നീ കാര്യം എന്താ പറയും? വാ ഇങ്ങോട്ട്. എന്താ ഇവളുടെ ഒരു കാര്യം? വാന്ന്. നീ എങ്ങടെ പോകുന്നു? അതൊക്കെ ഉണ്ട്, വാ. ഡി യ്യോ. ഇത് എന്റെ വണ്ടിയാണല്ലോ. ആ ഏട്ടന്റെ ബൈക്ക് തന്നെയാ. എന്റെ വണ്ടിയാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇതെങ്ങനെ നിന്റെ വന്നു? ആ ദേ ആ കുന്നങ്കരി കായലിന്ന് കിട്ടിയതാ. കളിക്കാത്ത കാര്യം പറയടി. ഫിനാൻസുകാരുടെ കയ്യിലിടുന്ന വണ്ടി എങ്ങനെ നിന്റെ വന്നേ? അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് കൊടുത്തിട്ട് ഞാനിങ്ങ് എടുത്തോണ്ട് പോന്നു. ചുമ്മാ നോണ പറയല്ലേ. നിന്റെ മാമൻ പൈസ ഒന്നും എടുപ്പിച്ചല്ലേ? പിന്നെ നേരിട്ട് തന്നാലേ ഞാൻ വാങ്ങിയില്ലെന്ന് അയാൾക്ക് അറിയാം. നീ പോയേ അയാളുടെ അടുത്ത് പറഞ്ഞേക്ക്. അയാളുടെ രക്തം തന്നെയാ എന്റെ ജനമ്പിൽ ഓടുന്നെന്ന്. വാശി അഭിമാനമൊക്കെ എനിക്കും ഉണ്ട്. അയാളുടെ ഔദാര്യം ഒന്നും എനിക്ക് വേണ്ട. നീ ചെന്ന് പറഞ്ഞേക്ക്. നിക്ക്, ഞാൻ പറയട്ടെ. എന്തു പറയാൻ? മാമനാണ് സത്യം. ഇതിന്റെ പൈസ കൊടുത്തത് ഞാനാ. മാമൻ ഇക്കാര്യം അറിയത്തും കൂടിയില്ല. സത്യമാണോ നീ പറയുന്നേ? വല്യേട്ടാ, ഞാൻ ഏട്ടനെ രണ്ടു നിർത്തി വെച്ച് കണ്ടായിരുന്നു. വണ്ടിയില്ലാതെ വെയിലത്ത് നടന്നു പോകുന്നത്. ഞാൻ അക്കുച്ചേട്ടനോട് ചോദിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എനിക്കറിയാം ഞാൻ കാശ് തന്നാലും വല്യേട്ടൻ വാങ്ങില്ല എന്ന്. അതുകൊണ്ടാ പൈസ കൊടുത്ത് ഞാൻ തന്നെ എടുത്തോണ്ട് വന്നത്. എനിക്ക് വണ്ടി എടുത്തിട്ട് ഞാൻ നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല.